ബിഗ് ബോസ് സീസൺ 6 വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടത് സീസൺ 5-ലെ കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനകത്ത് അഖിൽ മാരാർ ഈ പറയുന്ന മൊത്തം കൊട്ടേഷൻ ഒന്നിച്ചെടുത്തിട്ട് ന്യായീകരിക്കുന്ന വീഡിയോസൊക്കെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സീസൺ 6 വന്ന ആദ്യ ദിനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ സീസൺ 5ഉം സീസൺ 4ഉം തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ സീസൺ 4-ലെ കണ്ടസ്റ്റന്റിനെയൊക്കെ വിമർശിച്ചിട്ടാണ് അഖിൽ മാരാർ സീസൺ 5-ലേക്ക് വരുന്നത്. ഇപ്പോൾ സായി സീക്രട്ട് ഏജന്റ് പുറത്ത് നിന്ന് റിവ്യൂ പറഞ്ഞ് അകത്തേക്ക് പോയതുപോലെ അന്ന് സീസൺ 4-നെ വിമർശിച്ച് റോബിനെ വിമർശിച്ചിട്ടാണ് സീസൺ 5-ൽ അഖിൽ മാരാർ അകത്തേക്ക് പോകുന്നത്. ഇന്ന് സായിയെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നത് പോലെ അന്ന് അഖിലിനെ വിമർശിക്കാനും പുറത്ത് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അഖില് കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് അകത്തേക്ക് പോകുന്നത്. എന്നാൽ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വലിയ കറക്ഷനൊക്കെ നേരിടേണ്ടി വന്നു, വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ ചോദ്യങ്ങളൊക്കെ നേരിട്ടു, മാപ്പൊക്കെ പറഞ്ഞു, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോയി. കുറേയൊക്കെ കൂടെ നിന്ന് ആളുകൾ മാറ്റിയെടുത്തു അഖിലിനെ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ എല്ലാം അഖിലിൻ്റെ ഒരു മിടുക്ക് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മേന്മ കൊണ്ടോ ആണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നൊന്നുമില്ല. അഖിൽ മാരാറുടെ സമീപനം അന്നും ഇന്നും ഒരേപോലെയൊക്കെ തന്നെയാണ്. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അഖിലിൻ്റെ സ്വഭാവത്തിന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല മറ്റേ സീസൺ 5-ലെ ഒരു കപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സ്മാർട്ട് ഗെയിമറാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് കഴിഞ്ഞ സീസൺ റിവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നല്ല പോസിറ്റീവായിട്ടാണ് റിവ്യൂസ് ഇട്ടിരുന്നത്. പല ആൾക്കാരും പറയും അഖിൽ മാരാർ ഫാൻ, നിങ്ങൾ അദ്ദേഹത്തെ പോലെ ഉള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല റിവ്യൂ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പൊളിറ്റിക്സ് അത് വേറെ, ഗെയിം എന്ന് പറയുന്ന സാധനം വേറെ. അദ്ദേഹം ഒരു സ്മാർട്ട് ഗെയിമറായിരുന്നു. അദ്ദേഹം എന്ത് നൈസായിട്ട് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം കുറേയധികം ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അഖിൽ പുറത്തേക്ക് പോയി ഹിൻഡുകളൊക്കെ വാങ്ങി അകത്തേക്ക് വന്ന് ഗെയിം കളിച്ചു. സീസൺ 5-ലെ കണ്ടസ്റ്റൻസും അതേപോലെ തന്നെ പ്രേക്ഷകരും ഒക്കെ അത് വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും വിശ്വസിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പോലും തോന്നിയിട്ടില്ല. അഖിലിൻ്റെ ഒരു ഗെയിം ആയിരുന്നു തിരിച്ചു വന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അയാൾക്ക് ഹിൻഡ് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന ഗെയിമറെ നമ്മൾ നോക്കിക്കണ്ടത്, ഗെയിമറെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ അപ്രോച്ചുകൾ എനിക്ക് ഒരു തരത്തിലും ഒരു താല്പര്യമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ, നേതൃത്വം, അതിനെക്കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത്? അദ്ദേഹം നിലവിലുള്ള ഭരണപക്ഷത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിലെ കുറേയധികം കാര്യങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ ഉന്നയിക്കും. അദ്ദേഹം ഉയർത്തുന്ന വിമർശനങ്ങളിൽ വലിയ കാമ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. കുറച്ചും കൂടെ താളാത്മകമായിട്ട് നീട്ടി വലിച്ച് പറയുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അപ്രോച്ച്. അപ്പം അതൊന്നും അല്ല നമ്മളിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ റിനോഷ് അഖിൽ മാരാർ സീസൺ 5-ലെ കണ്ടസ്റ്റൻസ് ആണ്, വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റിനോഷിന് സീസൺ 5-ൽ വന്ന സമയത്ത് ഗെയിം കളിക്കാനായിട്ട് ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഓണാവാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം റിനോഷ് അതിനുശേഷം ഓൺ ആയിട്ടില്ല. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം ഈ സീസൺ 6-നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ട സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും തോന്നിയില്ല. അദ്ദേഹം പറയുന്നതിനകത്ത് കുറേയധികം പോയിന്റുകളുണ്ട്. എനിക്ക് തീരെ മനസ്സിലാവാത്തത്, അഖിൽ അത്രമേൽ പ്രൊവോക്ഡ് ആയിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറയണത്. ഈ അഖിൽ റിനോഷിന് കൊടുത്തിരിക്കുന്ന റിപ്ലൈയിൽ അഖിലിൻ്റെ ജീവചരിത്രമാണ് പറഞ്ഞ് നീട്ടി വലിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഇൻസെക്യൂർ ആവുന്നത്? നിങ്ങൾ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അത്രയധികം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. അത് ഈ ആവർത്തിച്ച് പറയുന്നത് ഭയങ്കര അരോചകമാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അഖിൽ ഉന്നയിച്ച വളരെ ജെന്യുവനായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ജെന്യുവനായിട്ടുള്ള ഒരു കാര്യം, അത് പറഞ്ഞ രീതി പാളിപ്പോയി. ആ ജെന്യുവനായിട്ടുള്ള കാര്യത്തിൻ്റെ പോലും ഇമ്പോർട്ടൻസ് നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് അഖിൽ ഇപ്പോൾ ഈ പറയുന്ന റിപ്ലൈകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അഖിലിൻ്റെ റിപ്ലൈ കണ്ടിട്ടാണ് റിനോഷിൻ്റെ വീഡിയോയിലേക്ക് പോയത്. അഖിൽ ചുമ്മാ മറ്റേ റിനോഷിൻ്റെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ എന്തോ വീട്ടിൽ പോയിട്ട് ഇരിക്കുക, ഷവർമ്മ വാങ്ങിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്തിനാണ് അങ്ങനെ കൊച്ചാക്കി കാണുന്നത്? എന്തിനാണ് ഇത്രമാത്രം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളത് ഞാൻ അഖിലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഓർത്തുപോയി. അഖിലിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ റിയാക്ട് ചെയ്താണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന അഭിപ്രായം മാത്രം ആളുകൾക്കുള്ളൂ. അപ്പോഴത്തേനും അയാൾ മറ്റേ പുരോഗമനത്തെ കയറി പിടിക്കുന്നു, ഫെമിനിസത്തെ കയറി പിടിക്കുന്നു. എന്താവശ്യം? ഇയാൾക്കെതിരെ പറയുന്ന ആൾക്കാരെല്ലാം പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളും ആണ് എന്ന് ഇയാൾ എന്തിനാണ് എങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നത്? പുരോഗമനവാദികൾക്കും അതേപോലെ തന്നെ ഫെമിനിസ്റ്റുകൾക്കും മാത്രമേ കോമൺ സെൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കട്ട റോങ് ആണ്. വിവരമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അയാളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ കുറേയധികം ആളുകളെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ബിഗ് ബോസ് സീസൺ 5, സീസൺ 4, സീസൺ 6-ലെ കണ്ടസ്റ്റൻസിൽ സ്ത്രീകളുടെ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റിങ്ങുകൾ. എന്താണ് കമൻറ്റിങ്ങുകൾ? അത് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടല്ലേ കയറിയത്, നിങ്ങളായിരിക്കും കിടന്നു കൊടുത്തത്. നിങ്ങൾ കിടന്നു കൊടുക്കാതെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത, പക്വത വേണമെന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. അല്ലാതെ അഖിലിൻ്റെ ഉദ്ദേശശുദ്ധി ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഭാര്യ അടക്കമുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ്,
നിങ്ങളുടെ ഭാര്യ അടക്കമുള്ള ആളുകൾ, നിങ്ങളുടെ പെങ്ങളടക്കമുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നൊരു ഓഫീസ്. ടിപ്പിക്കൽ ക്ലീഷ അപ്രോച്ചാണ്. എന്നാലും കോമൺ സെൻസ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്തിരി ഡിഫറെൻ്റ് ആയതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആ ഒരു ഓഫീസിൽ വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൾ കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും മികവ് കൊണ്ടും കയറിപ്പറ്റിയ ആളുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു കിംവദന്തി പടരുകയാണ്. എന്താണ് കിംവദന്തി? ഈ ഒരു കൂട്ടത്തിലെ ചില സ്ത്രീകൾ അവിടെയുള്ള മേലധികാരിയെ അല്ലെങ്കിൽ അവരുടെ ബോസിനെ ലൈംഗികപരമായിട്ട് തൃപ്തിപ്പെടുത്തിയിട്ടാണ് അകത്തേക്ക് കയറിയത്. ഒരു കിംവദന്തി പടരുകയാണ്. എവിടെ നിന്ന് വരുന്നു, ആരാണ് ബോസ്, എത്രക്കാരനാണ്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ഒരു ക്ലാരിറ്റി ഇല്ല. ചുമ്മാ അങ്ങ് അടിച്ചു വിടുകയാണ്. അടിച്ചു വിടുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യയും പെങ്ങളോ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബാധിക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അത് ബാധിക്കുകയോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ചുമ്മാ അടിച്ചു വിടുന്ന സമയത്ത് ആളുകൾ അപ്പം ഇവളായിരിക്കും അല്ലേ, അപ്പം ഇവള് തന്നെ എന്നുള്ളത് മാത്രമാണ് ആളുകൾ വിമർശനമായിട്ട് ഉന്നയിച്ചത്. അപ്പോഴത്തേനും മറ്റേ അങ്ങട് പൊട്ടിത്തെറിച്ച് പ്രൊവോക്കഡായി പുരോഗമനം, ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് വൻ ഡയലോഗ് അടി. അഖിൽ മാരാറെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അഖിലിൻ്റെത്. ഇതുപോലത്തെ ട്വിസ്റ്റിംഗ് അല്ലായിരുന്നു, ഡയറക്റ്റ് ഒരു പോയിന്റ് ആയിരുന്നു, നമുക്ക് എടുക്കാൻ വരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. സദാചാരം എപ്പോഴും റോങ് അല്ല, ആചാരമാണ് സദാചാരം എന്നുള്ളതാണ് അഖിൽ എന്ന് പറഞ്ഞത്. അത് തന്നെ അഖിലിന് ഇവിടെ എടുത്തൂടെ? പുരോഗമനം എന്ന് പറയുന്ന ഒരു വേർഡ് അത്ര റോങ് ആണോ? പുരോഗമനവാദികളെല്ലാം അഖിൽ മാരാറെ പോലെയുള്ള മിടുക്കന്മാർക്കെതിരാണ് എന്ന് വാദിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? പുരോഗമനവാദി അല്ലാതെ ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പമില്ലാതെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കപ്പ് പോലും കിട്ടത്തുണ്ടായിരുന്നില്ല നിങ്ങൾ പുരോഗമനം ഉള്ള ആളല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രാചീനവാദി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹൗസിൽ അത്രയധികം ആളുകൾക്കിടയിൽ, മറ്റ് ജനറുകൾക്കിടയിൽ അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അവിടുത്തെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അവിടുത്തെ ബാത്റൂം കഴുകാൻ, മറ്റുള്ള ആളുകളുടെ ബാത്റൂം കഴുകാനായിട്ട്, എല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂം കഴുകാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പം കുറച്ചൊക്കെ പുരോഗമനം ഉള്ളതുകൊണ്ടാണ് അഖിൽ മാരാർക്ക് കപ്പ് കിട്ടിയതും. അല്ലെങ്കിൽ അഖിൽ മാരാർ ഒരു പ്രാചീനവാദിയാണ് എന്ന് സമ്മതിക്കുമോ? ചുമ്മാ അങ്ങ് അടിച്ച് വിടുന്ന സാധനമാണ്. അഖിലിന്റെ റിന്യൂമറേഷനെ കുറിച്ചിട്ട് അഖിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ അത്ര എന്താ പറയുന്നത്, വലിയ പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അഖിലിനെ സെല്ല് ചെയ്യാൻ പറ്റിയില്ല. അഖിലിന് അങ്ങനെയുള്ളൊരു പൈസ ചോദിച്ചു വാങ്ങാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അഖിൽ ആ ഒരു പൈസയ്ക്ക് സമ്മതിച്ചു. അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ വാല്യൂ അവിടെ പറയാനായിട്ട് പറ്റി. ഒരു റിക്രൂട്ടറും അല്ലെങ്കിൽ ശമ്പളം തരുന്ന, റെന്യൂമറേഷൻ തരുന്ന ഒരാളും നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് മാക്സിമം തരാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കില്ല. നിങ്ങളാണ് അവരുടെ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടത്. അഖിൽ പറയുന്നതിനകത്ത് കുറേയധികം ന്യായങ്ങളുണ്ട്. അഖിൽ പറയുന്ന രീതി മാത്രമാണ് പ്രശ്നം. അത് അന്നും ഇന്നും പ്രശ്നമാണ്. അപ്പോൾ അഖിൽ മറ്റേ കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ഉള്ള കാര്യമാണ്. ചില ആളുകൾ അനുഭവം വന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറയണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ ബാധിക്കും എന്നുള്ളതൊന്നും അഖിൽ അറിയുന്നില്ല. പിന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ അഖിലിൻ്റെ ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് അഖിലിൻ്റെ കമൻറ്റ് ബോക്സ് തന്നെ എടുത്ത് നോക്കുക. ആരും സീസൺ 5-ലെയോ സീസൺ 4-ലെയോ എക്സ്പീരിയൻസ്, അവർക്ക് നേരിട്ട ട്രോമയെ കുറിച്ചിട്ടൊന്നല്ല സംസാരിക്കുന്നത്. സീസൺ 6-ൽ ഏത് പെൺകുട്ടി കിടന്നു കൊടുത്തിട്ടായിരിക്കുമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ കപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾ ഇന്ന സ്ത്രീയാണ്, അപ്പോൾ അവൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ 3-4 ആളുകളുടെ ദുരനുഭവം എന്ന് പറഞ്ഞാൽ അവർ കേട്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പറയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഭീകരമായിട്ടുള്ള ഒരു ട്രോമ സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് ഉള്ള വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് എന്ത് ന്യായമാണുള്ളത്? അപ്പം നിങ്ങൾ തുറന്ന് പറയുന്ന സമയത്ത്, നിങ്ങളുടെ കയ്യിൽ പ്രൂഫൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ഫെമിനിസത്തെയൊക്കെ വളരെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണുന്ന അഖിൽ മാരാർ എന്തിനാണ് ഈ സ്ത്രീകളെ സഹായിക്കണത്? അഖിൽ സ്ത്രീകളെ സഹായിക്കണം എന്തിനാണ്? അവർക്കെന്താ നാവില്ലേ, അല്ലെങ്കിൽ അവർക്കെന്താ കഴിവില്ലേ, അവർക്കെന്താ നിലപാടില്ലേ, അല്ലെങ്കിൽ വ്യക്തിത്വം ഇല്ലേ? ബിഗ് ബോസിലേക്ക് നിലപാട് തെളിയിക്കാൻ വേണ്ടിയാണല്ലോ സ്ത്രീകളിൽ ഒരു കൂട്ടം ആളുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് വ്യക്തിത്വം ഉണ്ട്. അപ്പോൾ അവരോട് ഇത്തരത്തിൽ മോശമായിട്ട് ആളുകൾ പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവസരങ്ങൾക്ക് വേണ്ടി ഈ തരത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയണം. അവർക്ക് സമയമുണ്ടല്ലോ. അഖിൽ അവരുടെ രക്ഷകനായിട്ട് വന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അഖിൽ ഫെമിനിസ്റ്റും അല്ലല്ലോ. അപ്പോൾ എന്തിനാണ് അഖിൽ രക്ഷകനായിട്ട് ഇതൊന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നത്? അങ്ങനെ തുറന്നു പറയാൻ അന്നും എന്നും പറ്റാത്ത ആളുകൾക്ക് വേണ്ടി അഖിൽ ഈ പറയുന്ന വലിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ട് ഇപ്പം സീസൺ 6-ലുള്ള സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള വഴി ഇട്ട് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതിൽ കൂടെ ഒരിക്കലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവത്തില്ല. ഇത് 100% ഷുവറാണ്. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ സീസൺ 6-ൽ നിലവിലുള്ള ചില കണ്ടസ്റ്റൻസ്, മുന്നേ തന്നെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീ മത്സരാർത്ഥികൾ, അവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് ഷെയ്മിങ്ങും കൂടും എന്നുള്ളതല്ലാതെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും അഖിൽ ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാവില്ല. ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരയാക്കപ്പെട്ട ആളുകൾ അത് സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക്
നമ്മുടെ മുന്നിലേക്ക് വന്ന് പറയേണ്ട, നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്കെങ്കിലും വന്ന് പറയണം. അവർക്ക് അന്നും പറയാനായിട്ട് താല്പര്യമില്ല, ഇന്നും പറയാൻ താല്പര്യമില്ല, അഖിലേട്ടായിക്ക് മാത്രമേ അത് പറയാനായിട്ട് താല്പര്യമുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതിനകത്ത് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള വേദികളില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല ഇതെല്ലാം കേട്ടിട്ട് വീട്ടിൽ പോവുകയും ഇതെല്ലാം കേട്ടിട്ട് ഷോയിലേക്ക് വരികയും നിലപാടുകൾ പറയാൻ വേണ്ടി വരികയും ചെയ്ത ആളുകളുടെ കാര്യത്തിൽ ഈ അഭിപ്രായം പറയുന്ന സമയത്ത്. അതേപോലെ ഈ ഒരു അഭിപ്രായം എന്നാണ് അഖിൽ പറഞ്ഞത്? ഇപ്പോൾ ഈ സിവിൻ്റെ ഇഷ്യൂ വന്ന സമയത്തല്ലേ ഇത് അഖിലിന് പറയാൻ തോന്നിയത്? അതെന്താണ് ഈ സിറ്റുവേഷൻ വന്നപ്പം ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്, ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്? അപ്പോൾ ഇത് നേരത്തെ പറയായിരുന്നു, അങ്ങനെ പറയാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തൊരു ഇറർ വന്ന സമയത്ത് പുള്ളി അതിനെ ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് അത് വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവാണ്. എന്തിനാണ് ഇങ്ങനെ ഇട്ട് വലിച്ചഴച്ചുകൊണ്ടിരിക്കുന്നത്? അതേപോലെ അഖിൽ ഈ സ്ത്രീകളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത് ഒത്തിരിയധികം സ്ത്രീകൾക്ക് ഈ ഒരു പ്രസ്താവന ദോഷകരമായിട്ട് ബാധിച്ചു എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും ആരെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്? ആ കണ്ടസ്റ്റൻസിന് തന്നെ ആൾക്കാർ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഒരു രാജാ പ്രിവിലേജ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കേസിൽ. അതുകൊണ്ട് തന്നെ ഈ ചപ്പളാച്ചി കേസൊക്കെ ആളുകൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ രണ്ടാളുകൾ എന്നിങ്ങനെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ ഇരയാക്കപ്പെട്ട ആൾക്കാർ മുന്നോട്ടേക്ക് വന്ന് പറയണം. നമ്മുടെ മുൻപിലേക്കല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് പറയണം. അല്ലെങ്കിൽ കുറേയധികം ഇരകളുണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുക? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, ഇവള് മറ്റേ ഷോയിൽ അവർക്ക് കിടന്നു കൊടുത്തിട്ടാണ് കേട്ടോ അകത്തേക്ക് പോയത്, ഇവൾ അവിടെ നിൽക്കുന്നത് ഇത് ചെയ്തിട്ടാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു വയ്ക്കും. ഈ പറയുന്ന കാര്യങ്ങളെ നിരാകരിച്ച് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ വേണ്ടിയാണ് അഖിലേട്ടനും അതേപോലെ തന്നെ ഒരു കൂട്ടം പരിവാരങ്ങളൊക്കെ ശ്രമിക്കുന്നത്. അപ്പം അത് അങ്ങനെ പറ്റിപ്പോയി. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ ചില ആളുകൾ എന്നോട് അനുഭവങ്ങൾ പറഞ്ഞു എന്ന് തിരുത്തിയാൽ മതി. അതിനുവേണ്ടി ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ തൻ്റെ എതിരാളികളായിട്ട് വിന്യസിക്കേണ്ട ആവശ്യം എന്താണ് അഖിലിന് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചുമ്മാ കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.